ഫയർസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ആയി വീഡിയോയുടെ അടിയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഫയർസ് വെബ് പേജ് ഓപ്പൺ ആയി കാണാൻ സാധിക്കും. ശേഷം നിങ്ങൾ നിങ്ങളുടെ ഇമെയിൽ, മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. ഒരു 6 ഡിജിറ്റ് SMS ആയി ലഭിക്കും. അത് സ്ക്രീനിൽ കാണുന്ന പോലെ എൻ്റർ ചെയ്യുക. അഥവാ SMS ലഭിച്ചില്ല എങ്കിൽ നിങ്ങൾ ഇമെയിൽ ഐഡിയുടെ ഇൻബോക്സ് ഓർ സ്പാം ചെക്ക് ചെയ്യുക. ശേഷം ഇമെയിൽ ഐഡിയിൽ വന്ന OTP എൻ്റർ ചെയ്യുക. ഈ പ്രോസസ് ശരിയായി ചെയ്ത ശേഷം നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് ലിങ്ക് നിങ്ങളുടെ ഇമെയിൽ ഐഡിയിൽ ഫയർസ് സൈറ്റിൽ നിന്നും ലഭിക്കും. ഇമെയിൽ ഐഡിയിൽ ഉള്ള ലിങ്ക് ഇത് ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ പാൻ കാർഡ് അപ്ലോഡ് ചെയ്യാൻ ഉള്ള വെബ്സൈറ്റിലേക്ക് കടക്കും. ശേഷം സ്ക്രീൻ ഇത് കാണിക്കുന്ന പോലെ പാൻ കാർഡ് അപ്ലോഡ് ചെയ്യുക. അതുപോലെ സ്ക്രീൻ ഇത് കാണുന്ന ഡീറ്റെയിൽസ് നൽകുക. ഡീറ്റെയിൽ എല്ലാം ശരിയാണോ എന്ന് നിങ്ങൾ തന്നെ സ്ക്രീനിൽ നോക്കി ഉറപ്പുവരുത്തുക. വെബ്സൈറ്റ് ചോദിച്ച ഡീറ്റെയിൽ കൊടുത്ത ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ കോൺടാക്റ്റ് ഇൻഫർമേഷൻ എൻ്റർ ചെയ്യാൻ ഉള്ള വെബ്സൈറ്റ് കാണാൻ സാധിക്കും. ആധാർ കാർഡ് സെലക്ട് ചെയ്ത ശേഷം ആധാർ കാർഡിന്റെ ഇമേജ് നിങ്ങൾ സൈറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ടതുമാണ്. ശേഷം സ്ക്രീനിൽ കാണുന്ന എല്ലാ ഡീറ്റെയിൽസ് ശരിയായി തന്നെ എൻ്റർ ചെയ്യുക. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാൻ ഉള്ള ഓപ്ഷൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. ഓർക്കുക, നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഓൺലൈൻ ട്രാൻസാക്ഷൻ ചെയ്യുന്ന ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഫയർസിൽ ക്യാഷ് ആഡ് ചെയ്യാൻ ഏതു ഉപകാരപ്പെടും. അതിനുശേഷം ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അവസാനത്തെ 6 മാസത്തെ അപ്ലോഡ് ചെയ്യുക. നിങ്ങൾ ഇൻവെസ്റ്റ് മാത്രം ചെയ്യാൻ ആണെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആവശ്യം ഇല്ല. എന്നാൽ ട്രേഡിംഗ് ചെയ്യാൻ സാധിക്കില്ല എന്ന് കൂടി ഓർക്കുക. സ്ക്രീനിൽ കാണുന്ന പോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള സെഗ്മെന്റ് സെലക്ട് ചെയ്യുക. ശേഷം ചോദിച്ചിരിക്കുന്ന ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക. നിങ്ങളുടെ മൊബൈൽ ക്യാമറ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെ ക്യാമറയിൽ നിങ്ങളുടെ ഒരു വ്യക്തം ആയ ഒരു പിക്ചർ എടുത്ത ശേഷം അത് അപ്ലോഡ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഉപ്പ് ഒരു വെള്ള പേപ്പറിൽ ഇട്ട ശേഷം അത് നിങ്ങൾ കറക്റ്റ് ആയി അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ചിലപ്പോൾ വെബ്സൈറ്റിൽ പറയുന്ന നമ്പർ ഒരു വെള്ള പേപ്പറിൽ എഴുതി അത് വച്ച് ഉള്ള ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ ആവശ്യപ്പെട്ടേക്കാം.
ഇവ എല്ലാം വളരെ ശരിയായ രീതിയിൽ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. അവസാനം ആയി നിങ്ങളുടെ ഡീറ്റെയിൽ റിവ്യൂ ആയി കാണിക്കുമ്പോൾ നിങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം നന്നായി പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഏതേലും കാരണവശാൽ ഡീറ്റെയിൽ തെറ്റായാൽ നിങ്ങൾ അപ്പോൾ തന്നെ ബാക്ക് പേജിലോട്ട് പോയി വീണ്ടും ഡീറ്റെയിൽ എൻ്റർ ചെയ്യാൻ സാധിക്കും. തെറ്റായ ഡീറ്റെയിൽസ് വെച്ചു അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ സാധിക്കില്ല എന്ന് നിങ്ങൾ ഓർക്കുക. ശേഷം ഈ സൈൻ എന്ന അവസാന സ്റ്റെപ്പിലേക്ക് നിങ്ങൾ കടക്കും. ഇതിനായി നിങ്ങളുടെ ആധാർ നമ്പറും അതുപോലെ ആധാർ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറും ആവശ്യമാണ്. ആധാർ നമ്പർ സ്ക്രീനിൽ കാനന പോലെ എൻ്റർ ചെയ്യുക. നിങ്ങൾക്ക് ഒരു OTP നിങ്ങളുടെ ആധാർ ലിങ്ക് ചെയ്ത നമ്പറിൽ ലഭിക്കും. അത് എൻ്റർ ചെയ്യുക. ഇതോടെ നിങ്ങളുടെ അക്കൗണ്ട് ഓപ്പണിംഗ് പൂർത്തിയായി. ഒരു ആഴ്ചയ്ക്കുള്ളിൽ നിങ്ങളുടെ ഇമെയിൽ ഐഡിയിലേക്ക് യൂസർ ID, പാസ്വേഡും നിങ്ങൾക്ക് മെയിൽ ആയി ലഭിക്കുന്നതാണ്. നിങ്ങൾ റെഗുലർ ആയി നിങ്ങളുടെ ഇമെയിൽ ഇൻബോക്സ് ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇമെയിൽ തീർച്ചയായി ലഭിക്കുന്നതാണ്. ഇൻഡോസ് മെയിൽ കണ്ടില്ല എങ്കിൽ സ്പാം എന്ന ഓപ്ഷൻ ഇമെയിലിൽ ചെക്ക് ചെയ്യുക.